ഇവളെ എറിയാൻ കയ്യിൽ കല്ലെടുത്തവരും ഒരു തെരുവ് നായെ പോലെ പട്ടണത്തിലൂടെ ഓടിച്ചുകൊണ്ട് യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന് നിർത്തിയ ഒരു സമൂഹമല്ലേ? ആ സമൂഹം കാരണമല്ലേ ഇവൾക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞത്? ആണോ? അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രതിസന്ധി നിന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചോ? നിന്റെ കടഭാരം നിന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചോ? നിന്റെ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങൾ നിന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചോ? നിനക്കെതിരെ വെല്ലുവിളിച്ച ശക്തികൾ നിന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചോ? എത്തിച്ചെങ്കിൽ ആ പ്രതിസന്ധി ഒരു തോൽവിയല്ലായിരുന്നു, ആ പ്രതിസന്ധി ഒരു ജയമായിരുന്നു. കൈകൾ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. എല്ലാ തോൽവികൾക്കും ശരിയാണോ എന്റെ മക്കളെ? ശരിയാണോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളെ കുറച്ചും കൂടെ പ്രാർത്ഥിപ്പിച്ചോ? പറ. നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നിങ്ങളെ കുറേ കൂടെ ദൈവത്തോട് അടുപ്പിച്ചോ? നിന്നെ ചിലർ കാണിച്ചു തരുമെന്നും ഒതുക്കിക്കളയുമെന്നും ഇല്ലായ്മ ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോ കുറേ കൂടെ ഉപവസിക്കാൻ പറ്റിയോ? ദാവീദേ, നിന്റെ മേലുള്ള അഭിഷേകത്തെ തെളിയിക്കാൻ ദൈവം കൊണ്ടുവന്നത് ഒരു ഗോലിയാത്തിനെയാണെങ്കിൽ എല്ലാ ഗോലിയാത്തുമാർക്കും നന്ദി പറയാം. കാരണം എന്റെ മേൽ കിടക്കുന്ന വിളിയും എന്റെ മേൽ കിടക്കുന്ന അഭിഷേകവും ദൈവം അവിടെ പ്രൂവ് ചെയ്യുകയാണ്. Thank you Jesus. Thank you Jesus. എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ചലഞ്ചസ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്നെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നെങ്കിൽ I thank you so much for that challenges. ആ കൈകളെന്ന് ഉയർത്തി പറഞ്ഞേ, എല്ലാ തോൽവികൾക്കും നാഥാ നിന്റെ മുഖം. Please be seated and lift your hands. എല്ലാ നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, യൂദായോട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം മറ്റ് ശിഷ്യന്മാർ 11 കൂടിയിരിപ്പുണ്ട്, യൂദ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം യേശു യൂദായോട് ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. മോനെ, എന്നാന്നറിയാ പറഞ്ഞേ? യൂദ, നീ എന്താണോ ചെയ്യാനിരിക്കുന്നത് അത് വേഗത്തിൽ ചെയ്യുക. I know all your plans. നീ എന്താണോ ചെയ്യാനിരിക്കുന്നത് നീ അത് പെട്ടെന്ന് ചെയ്യ. നീ അത് പെട്ടെന്ന് ചെയ്താലേ എന്നെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ച കാര്യം പെട്ടെന്ന് നടക്കത്തുള്ളൂ. യൂദാ, നീ അത് ചെയ്താൽ മാത്രമേ. എല്ലാ യൂദമാർക്കും നന്ദി, എല്ലാ ഗോലിയാത്തുമാർക്കും നന്ദി. യൂദ ഇല്ലെങ്കിൽ ക്രൂശിക്കപ്പെടത്തില്ല, ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ അടക്കപ്പെടത്തില്ല, അടക്കപ്പെട്ടില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കില്ല, ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്യാൻ പറ്റില്ല. എന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ ദൈവം അനുവദിക്കുന്ന എല്ലാ യൂദമാർക്കും നന്ദി. ഒരു ഗോലിയാത്ത് വെല്ലുവിളിക്കാതെ ദാവീദേ, ഏലാ താഴ്വരയിൽ നിന്റെ മേളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന അഭിഷേകത്തെ ദൈവത്തിന് എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായ നിലകളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിന്നെ തോൽപ്പിക്കാനല്ല, നിന്നെ ജയിപ്പിക്കാനാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്. ഓ, അതൊന്ന് സ്വീകരിച്ചേ, കരമടിച്ചോണ്ട് സ്വീകരിച്ചേ. ഇത് നിന്നെ തോൽപ്പിക്കാനല്ല, ഇത് നിന്നെ അടുത്തൊരു ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്.
എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഞാൻ ചിലപ്പോഴൊക്കെ എല്ലാവർക്കും നന്ദി പറയാറുണ്ട്. പറയണം കർത്താവിനോട്, എന്നെ എറിയാൻ കയ്യിൽ കല്ലെടുത്ത എല്ലാവർക്കുമായിട്ടും സ്തോത്രം. അവരാണ് എന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചത്. അവരാണ് എന്നെ വചനം അറിയിച്ചത്. അവരാണ് ഈ സാന്നിധ്യത്തിലേക്ക് എന്നെ നടത്തിയത്. ഹല്ലേലൂയ. താഴ്വരയിൽ പനിനീർപ്പൂ പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നു പോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. എല്ലാ തോൽവികൾക്കും ജീവിതത്തിൽ എവിടെങ്കിലും എന്തിലെങ്കിലും പരാജയപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്ന് കൈ ഉയർത്തിയേ. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച സകല തോൽവികളെ ജയിച്ച കർത്താവ് ജയമാക്കി മാറ്റും. എഴുതി വെച്ചോ, ഇന്നത്തെ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ, എന്റെ കർത്താവ് നിന്നെ ജയിപ്പിച്ചിരിക്കും. In the name of Jesus. Thank you Lord Jesus. I am feeling the presence. എനിക്കറിയാം കർത്താവ് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന്. ബൈബിളിൽ യേശു അവളോട് പറയുകയാണ്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഞാൻ വന്നത് രക്ഷിക്കാനാണ്, ഞാൻ വന്നത് ശിക്ഷിക്കാനല്ല. ജീസസ് സേവ്സ് യുവർ ലൈഫ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, യേശു എന്നെ രക്ഷിച്ചവനാണ്. മകളെ, കർത്താവ് നിങ്ങളെ രക്ഷിച്ചത് കൊണ്ടും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചത് കൊണ്ടുമാണ് ഇന്നത്തെ ഈ തിരുമേശയുടെ മുമ്പിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ തിരുമേശ ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം കൊളരാത്തവരും പാപികളുമാണെന്നല്ല, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ മക്കളുമാണ്. പോക, ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പോക, go and sin no more. Go, I am sending you. Go. Nobody can touch you. Nobody can block you. ഇനി ഒരു മനുഷ്യനും നിനക്കെതിരെ വാ തുറക്കില്ല. ഇനി ഒരു മനുഷ്യനും നിനക്കെതിരെ കല്ലെടുക്കില്ല. കാരണം നീ വന്നിട്ട് പോകുന്നത് എൻ്റെ അടുത്ത് നിന്നാണ്. Jesus, I thank you Lord for you. Amen. നിങ്ങൾക്കറിയാവോ അവൾ പറഞ്ഞ വേർഡ് എന്ന് ശ്രദ്ധിച്ചേ, ഇല്ല കർത്താവേ. That word is very important. And she said,
നോ മാൻ ലോഡ്. വാട്ട് ഷീ സേ? അവൾ എന്തോ പറഞ്ഞേ? ലോഡ്. എന്നാ യേശുവിനെ വിളിച്ചേ? ലോഡ്. കല്ലും കൊണ്ട് വന്നവൻ എന്തോ വിളിച്ചേ? മാസ്റ്റർ, ഗുരു. പാപിനി എന്തോ വിളിച്ചേ? ലോഡ്. എല്ലാം തികഞ്ഞവന് യേശു ഒരു അധ്യാപകനും പാപികൾക്ക് അവൻ കർത്താവുമാണ്. ഇന്ന് യേശു എൻ്റെ കർത്താവാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ദൈവം എന്നോട് പറഞ്ഞു, ഒരു കാര്യം കൂടെ പറയട്ടെ. എന്നെ ഈ വചനഭാഗം ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചൊരു ആത്മസാന്നിധ്യമുണ്ട്. ഈ സ്ത്രീ ആള് ശരിയായിട്ടുള്ള ആളല്ലായിരുന്നു. ഒരുപാട് തെറ്റുകളുടെ വഴിയിലൂടെ അവൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് പുരുഷന്മാരെ അവൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരൊറ്റ പുരുഷന്മാരെയും കർത്താവേ എന്നവൾ വിളിച്ചിട്ടില്ല. ലോർഡ്. വൈ? അവൾ കണ്ട എല്ലാ പുരുഷന്മാരിലും പാപത്തിൻ്റെ, തിന്മയുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അവൾ കണ്ട എല്ലാ പുരുഷന്മാരിലും അല്പമല്ലാത്ത അശുദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ ജീവിത ചരിത്രത്തിൽ ആദ്യമായി പാപത്തിൻ്റെ തെല്ലും ലാഞ്ചനയില്ലാത്ത ഓമനത്വമേറിയ ഒരു മുഖം, ഒരു തേജസ് അവൾ കണ്ടിട്ട് തെറ്റാതെ വിളിച്ചു, പാപമില്ലാത്തവനെ, യു ആർ ദ ലോർഡ്. പാപമില്ലാത്തവനെ, നീയാണ് കർത്താവ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നമുക്ക് മാത്രമേ അത് പറയാൻ കഴിയത്തുള്ളൂ. എന്റെ ദൈവം പാപമില്ലാത്തവനാകെ അവൻ എന്റെ കർത്താവാണ്. അശുദ്ധിയുടെ ചരിത്രങ്ങളോ അനവധി ഭാര്യമാരുടെ ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത പരസ്ത്രീ പുരുഷ ബന്ധത്തിൽ പോലും ജനിക്കാത്ത, പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പരിശുദ്ധനായി വളർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധിയോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അതിവിശുദ്ധനാണ് എൻ്റെ ദൈവം എന്ന് പറയാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. My God, my Lord is holy. Colossians chapter 3 word 12 and 13. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നന്ദിയുള്ളവരായിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു ദീർഘക്ഷമ ധരിക്കാൻ. ഒരുത്തനോട് ഒരുത്തന് വഴക്കുണ്ടായാൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ഇല്ലേ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കുണ്ടായിട്ടുണ്ടോ വീട്ടിൽ? ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വഴക്കെങ്കിലും ഉണ്ടാക്കിയുള്ളവരൊന്ന് കൈ ഉയർത്തി. സ്തോത്രം. തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഇനി അടുത്ത വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിക്കും. കണ്ടോ? ബന്ധം. അപ്പൊ മുകളിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ ക്ഷമ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് താഴേക്ക് വരുമ്പോ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു ബന്ധം. എപ്പോഴും ഓർത്തോണം, ക്ഷമയുള്ളിടത്തെ ബന്ധമുള്ളൂ. ബന്ധങ്ങൾ അറ്റുപോകുന്നതിൻ്റെ കാരണം, പലതും അറ്റുപോയതിൻ്റെ കാരണം പലപ്പോഴും പലയിടത്തും പലതിലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതാണ്. ഹല്ലേലൂയ. 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അടുത്തൊരു വേർഡ് കിടപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ ക്ഷമയുള്ളിടത്ത് സ്നേഹമുണ്ട്. സ്നേഹവും ക്ഷമയും ഉള്ളിടത്ത് ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ എപ്പോഴും സമാധാനമുണ്ട്.
ഞാൻ ഈ പറഞ്ഞ വാക്യം ഒറ്റ വേർഡാക്കിയതാ. നിങ്ങൾ വായിച്ചോല്ലോ, ഞാൻ ഒറ്റ വേർഡാക്കിയതാ അതിനെ. സ്നേഹമുള്ളിടത്ത് എന്തുണ്ട്? ക്ഷമയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, സ്നേഹമുള്ളിടത്ത് ക്ഷമ ഉറപ്പായിട്ടുമുണ്ട്. ഈ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ എന്നോട് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ഇഷ്ടത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞ, ഇഷ്ടം. ഇതിനകത്ത് നിങ്ങളിൽ എത്ര പേരെ കർത്താവിന് നിങ്ങളോട് എത്ര പേരോട് ഇഷ്ടമാണ്? എത്ര പേരെ കർത്താവിന് നിങ്ങളോട് ഇഷ്ടമുണ്ട്? ഓക്കെ, എൻ്റെ ചോദ്യം എന്നാ ചെയ്തിട്ടാ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, കർത്താവിന് നിങ്ങളോട് എത്ര പേരോട് സ്നേഹമുണ്ട്? ശരിക്കും പറഞ്ഞാൽ കർത്താവിന് ഈ ഇഷ്ടമെന്ന് പറയുന്നത് പ്രവൃത്തികൾക്ക് അടിസ്ഥാനപ്പെട്ടതാണ്. നേരത്തെ എനിക്ക് അവരുടെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടങ്ങൾ ലൈക്ക് ആൻഡ് ലവ്. ഫേസ്ബുക്കിനകത്തൊക്കെ കൊടുക്കുന്ന എന്നാ? ലൈക്ക്. ഇപ്പം ഞാൻ അങ്ങാരുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുന്നില്ല, കാരണം ഇപ്പം അയാളെ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമായിരുന്നപ്പം മാത്രമാണ് ഞാൻ എന്ത് കൊടുത്തേ? ലൈക്ക് കൊടുത്തേ. ഇഷ്ടങ്ങൾക്ക് എന്ത് വരാം? മാറ്റം വരാം. അപ്പം ഇഷ്ടങ്ങൾ എന്ത് ചെയ്യും? മാറും. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടമല്ല, സ്നേഹമായിരിക്കണം. ഇഷ്ടങ്ങൾ ഒരു ചെറിയ കാര്യത്തിന് മാറും. അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടങ്ങൾ. അത് നമ്മുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത്, the love never change. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. സ്നേഹം ഒരിക്കലും ഇല്ലാതാകത്തില്ല. ഒരാളോട് നമുക്ക് ആഴമേറിയ സ്നേഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കും. അദ്ദേഹം പറയുന്നത് നമ്മൾ ക്ഷമിച്ചിരിക്കും. സ്നേഹമുള്ളിടത്ത് മാത്രമേ ക്ഷമയുള്ളൂ. ഞാനൊരു വഴക്ക് നിങ്ങളെ പറഞ്ഞാൽ നിങ്ങളത് ക്ഷമിക്കുന്നെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം കറക്റ്റായിരുന്നു. നിങ്ങൾ എന്നോടത് ക്ഷമിച്ചില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം ആക്ടിങ് ആയിരുന്നു. കാരണം സ്നേഹമുള്ളിടത്ത് കൃത്യമായ ക്ഷമയുണ്ട്. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് കർത്താവ് നമ്മളോട് ക്ഷമിച്ചത്. ദൂതന്മാർക്ക് പോലും ഈ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ വന്നതിനോ ദൂതന്മാർക്കോ യാതൊന്നിനും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഒരു ദൂതൻ വിചാരിച്ചാൽ 1,85,000 ആളുകളെ അശൂർ പാളയത്തിൽ തീർക്കാൻ പറ്റും. ഒറ്റ ഏഞ്ചൽ വിചാരിച്ചാൽ മതി. ഒരൊറ്റ ദൂതൻ ഇറങ്ങി വന്നാൽ മതി, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്ന് പത്രോസിനെ വെളിയിൽ കൊണ്ടുപോകും. ഒരൊറ്റ ദൂതൻ മതി മുഴുവൻ. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനന്തരം ഒരു ദൂതൻ ഒരു ചെങ്ങലയായി വന്ന് പഴയ പാമ്പിനെ, ലൂസിഫറിനെ, അവൻ്റെ മുഴുവൻ സൈന്യത്തെയും പിടിച്ചു കെട്ടി തീക്കാത്തിട്ടെന്ന്. ഒരൊറ്റ ഏഞ്ചൽ. എന്നാൽ സ്വർഗം പറയുന്നു, സ്വർഗത്തിലെ മുഴുവൻ ഏഞ്ചൽസും കൂടെ നിന്നെ കർത്താവിൽ നിന്ന് വലിച്ചാലും അടർന്നു വരാൻ കഴിയാത്ത റിലേഷൻഷിപ്പ്, ബന്ധം. That is an amazing power. What a mighty power that. അതെത്ര ശക്തമാണെന്ന് ഓർത്തു നോക്കി. കംപ്ലീറ്റ് ഏഞ്ചലും കൂടെ നിന്നെ വലിച്ചാലും വരികയില്ല, ആ സ്നേഹത്തിൽ നിന്ന് അടർന്നു വരികയില്ല. അത്ര ഡെപ്താണ് കർത്താവിന് എന്നോടുള്ള സ്നേഹം. ഓർക്കുക, ഞാൻ ക്ഷമിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഇതെല്ലാം സ്വന്തമായിട്ടൊന്ന് പറയണം. സ്വന്തം കൈ തലയിലോട്ട് വെച്ച് പറഞ്ഞ്, ഞാൻ ഐ ആം അക്സെപ്റ്റഡ്, ഞാൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. ലോകം മുഴുവൻ, മക്കളെ, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയാലും, ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും, ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ അംഗീകരിക്കപ്പെട്ട ഒരാളാണെങ്കിൽ മനുഷ്യന് നിന്നെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. കർത്താവിന് ഈ മനുഷ്യനെ ഇഷ്ടമാണെങ്കിൽ ഞാനും അങ്ങ് സ്നേഹിക്കുന്നതാ നല്ലേ. കർത്താവിന് ആ മനുഷ്യനോട് സ്നേഹമാണെങ്കിൽ ഞാനും സ്നേഹിക്കുന്നതാ നല്ലേ. ഞാൻ പിണങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല, കാരണം ദൈവം ആ മനുഷ്യനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്നേഹമുള്ളിടത്ത് ക്ഷമയുണ്ട്,
ക്ഷമയുള്ളിടത്ത് ബന്ധമുണ്ട്, ആ ബന്ധത്തിൽ സമാധാനമുണ്ട്. ക്ഷമയും സ്നേഹവും ഒന്നിച്ച് നിൽക്കുന്നിടത്തുള്ള ബന്ധത്തിൽ ഭയങ്കര സമാധാനമുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എവിടെങ്കിലും ആരോടെങ്കിലും എന്തിലെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഏറ്റു പറയാൻ മടിക്കല്ലേ. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരത്തില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഞാൻ ആ ഹാൻഡ് കർച്ചീഫ് എടുത്ത് പിടിച്ച് കാണിച്ച ആ ഡെമോൺസ്ട്രേഷൻ പോലെ എന്തോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് വെച്ചിരിക്കുന്ന ഒന്ന് വിട്ട് കളഞ്ഞത്. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, അപ്പാ ആ വ്യക്തി എനിക്ക് തന്ന വേദന ഞാൻ നിനക്ക് തരുന്നു. ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ച്, എനിക്ക് ആ വ്യക്തി സമ്മാനിച്ച വേദന ഞാൻ നിനക്ക് തരുന്നു. ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. വാ കൊണ്ട് ഉറക്കെ പ്രാർത്ഥിച്ചേ, കർത്താവേ, അപ്പാ ആ വ്യക്തി എന്നോട് കാണിച്ച വാക്കുകളിൽ പ്രവൃത്തികളിൽ ഉണ്ടായ വേദന ഞാൻ യേശുവിന് നൽകുന്നു. ക്ഷമ ഞാൻ കർത്താവെ ആ മനുഷ്യന്, ആ വ്യക്തിയുടെ പേരെന്ന് പതുക്കെ പറഞ്ഞ ഉള്ളിൽ ക്ഷമ ഞാൻ ഇന്നയാൾക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞ്, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നെന്ന് മനസ്സിലോ ലിപ്പൊന്ന് അനക്കിക്കൊണ്ടോ ഒന്ന് പറഞ്ഞേ കർത്താവിനോട്, ക്ഷമ ഞാൻ ഇന്നയാൾ. നിങ്ങളിപ്പോൾ ഫ്രീ ആകും, നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ക്ലിയർ ആകും. കർത്താവ്, ഞാൻ ആരോടെങ്കിലും മത്സരം കാണിച്ചെങ്കിൽ, ഞാൻ ആരോടെങ്കിലും വാശി കാണിച്ചെങ്കിൽ, ഞാൻ ആരെങ്കിലും കോമ്പറ്റീഷൻ കാണിച്ചെങ്കിൽ, കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ രംഗങ്ങൾ ആ ഓർമ്മകൾ, ആ ചിത്രങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. ആ സാധനം, ചില ഓർമ്മകൾ, ചില രംഗങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ വരുന്നുണ്ട്. കർത്താവ് കാണിക്കുന്നുണ്ട്. ആ ഇൻസിഡൻറ്റുകൾ ഇപ്പോൾ നിങ്ങളുടെ അകത്ത് വരുന്നത് മറ്റൊന്നിനല്ല, എന്നേക്കുമായി നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ അതിനെ എടുത്തു മാറ്റുകയാണ്. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരത്തില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഇപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ചില ആർത്തറൈറ്റീസുകൾ സൗഖ്യമാകട്ടെ. ഈ അക്ഷമ, കോപം അസ്ഥികളെ ഉരുക്കുമെന്ന് സദൃശ്യവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അക്ഷമ അസ്ഥികൾക്ക് ഉരുക്കം വരുത്തുന്നു. ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇവർ ക്ഷമിക്കപ്പെടാത്ത കാരണം കൊണ്ട് ഇവരിൽ നിൽക്കുന്ന ചില മൈഗ്രെയിൻ ഹെഡേക്ക്, ലോർഡ് ഹീൽ ഇറ്റ് റൈറ്റ് നൗ ഇൻ ജീസസ് മൈറ്റി നെയിം. ഹീൽ ഇറ്റ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മൈഗ്രെയിൻ ഇപ്പോൾ അവരെ വിട്ടുമാറുകയാണ്. എവിടെങ്കിലും ഇത് നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഹൃദയപൂർവ്വം നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ, നിന്റെ യാഗവസ്തുവിനെ നീ അവിടെ വെച്ചിട്ട് നിന്റെ സഹോദരനോട് നിരന്നിട്ട് യാഗം അർപ്പിക്കാൻ വരാനാണ് യേശു പറഞ്ഞതെങ്കിൽ, ഇത് പ്രാർത്ഥിക്കാതെ, ഈ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാതെ എത്ര പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും അതിൽ കഥയില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഓ ജീസസ് ജീസസ് ജീസസ്. പറ്റുന്നില്ല, ചിലർക്ക് പറ്റുന്നില്ലെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവാത്മാവിനോട് പറഞ്ഞു, ചിലർക്ക് പറ്റുന്നില്ല, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതുപോലെ നിങ്ങളെ അവർ മുറിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് അവർ പെയിൻ തന്നിട്ടുണ്ട്. പക്ഷെ അത് മുഴുവൻ എടുത്ത് കർത്താവിനോട്ടൊന്ന് കൊടുത്ത്, ആ പിടുത്തം അങ്ങ് വിട്ട, എന്തോ പിടിച്ചു വെച്ചിരിക്കുന്ന പിടി അങ്ങ് വിട്ട് നിങ്ങൾ ഫ്രീ ആകട്ടെ. താങ്ക് യു ജീസസ്. ആ കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറയാം. പിതാവേ, നീ എന്നോട് പറഞ്ഞത് ഞാൻ ഇവരെ അറിയിച്ചിരിക്കുന്നു. ജീസസ് നെയിം, I am free. Really I am free. ഇനി ഈ വചനവും നിങ്ങളുമായിട്ട് തീർത്തോണം. പലരുടെയും വിടുതലുകൾ തടഞ്ഞു വെച്ചിരുന്ന, പലരുടെയും മൈഗ്രെയിൻ ഹെഡേക്ക്, ആർത്രൈറ്റീസ്, ഫൈനാൻഷ്യൽ ബ്ലോക്കേജ്, ഇങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. യഥാർത്ഥമായി ചെയ്തവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ തിരുമേശ ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നത്, ഞാനും നിങ്ങളും ക്ഷമിക്കപ്പെട്ടവർ എന്നാണ്. വേദപുസ്തകത്തിൽ ചരിത്രം, ഉപദേശം, പ്രവചനം എന്ന 3 ഭാഗങ്ങളുണ്ട്. പറഞ്ഞ ചരിത്രം, ഉപദേശം, പ്രവചനം. മത്തായി മുതൽ അപ്പോസ്തല പ്രവൃത്തി വരെ പുതിയ നിയമത്തിൽ 5 പുസ്തകങ്ങൾ ചരിത്രമാണ്. റോമർ മുതൽ യൂദ വരെ 21 പുസ്തകങ്ങൾ ഉപദേശമാണ്. പുതിയ നിയമത്തിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ, പ്രവചന പുസ്തകം. അത് വെളിപ്പാടിൻ്റെ പുസ്തകമാണ്. ഈ ചരിത്രത്തിലുള്ളത് പലതും ഉപദേശത്തിൽ വന്നിട്ടില്ല. യേശു 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച ചരിത്രമൊന്നും റോമർക്കെഴുതിയ ലേഖനത്തിലില്ല.
ചരിത്രത്തിലുള്ള പലതും ഉപദേശത്തിൽ വന്നിട്ടില്ല, ഉപദേശത്തിലുള്ള പലതും പ്രവചനത്തിലും വന്നിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന തിരുമേശ ചരിത്രത്തിലും ഉപദേശത്തിലും പ്രവചനത്തിലുമുള്ളതാണ്, ഒരുപോലെ ഉള്ളതാണ്. ഇത് യേശുവിനാൽ സ്ഥാപിതമായതാണ്. ദൈവത്താൽ സ്ഥാപിതമായ 2 കൂദാശകളേ ഉള്ളൂ. 2 കൂദാശകൾ മാത്രമേ, കൂദാശ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൾ മാത്രമേ വേദപുസ്തകത്തിൽ ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ളൂ. ഒന്ന് വിശുദ്ധ വിവാഹം. ആദ്യത്തെ വിവാഹം ഏദനിൽ നടത്തിയ തിരുമേനി, അച്ഛൻ, പാസ്റ്റർ, കാർമികൻ, സർവശക്തനാകുന്ന ദൈവമാണ്. ദൈവത്താലാണ് ആദ്യത്തെ വിവാഹം. വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ്. 2, ഈ ശുശ്രൂഷ യേശു ചെയ്ത് കാണിച്ചു. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ദൈവത്തിന്റെ ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം സഭ ഏറ്റെടുത്തതാണ്. ഒന്ന് കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് യേശുവിനാൽ സ്ഥാപിതമായ മേശയുടെ മുൻപിലാണ്. വേഗത്തിൽ ഈ ഭാഗങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ 11:23 മുതലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കാം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ബൈബിൾ ഏറ്റവും കൂടുതൽ പുതിയ നിയമസഭ പ്രാധാന്യത കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുടെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ യഥാർത്ഥമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയ അനുഗ്രഹം ചെറുതല്ല. ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിനാൽ സ്ഥാപിതമായതാണ്. ചരിത്രത്തിലും ഉപദേശത്തിലും പ്രവചനത്തിലും ബൈബിളിൽ ഉടനീളം കാണുന്ന പ്രസക്തമായ ശുശ്രൂഷയാണ് തിരുമേശയുടെ ശുശ്രൂഷ. ഈ 1 കൊരിന്ത്യർ 11:20 ഈ മേശയെ ലോർഡ്സ് ടേബിൾ അഥവാ ലോർഡ്സ് സപ്പർ അഥവാ കർത്താവിൻ്റെ അത്താഴം എന്ന് പറയും. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. ലോർഡ്സ് സപ്പർ. പറഞ്ഞേ, ലോർഡ്സ് സപ്പർ. ഇനി 1 കൊരിന്ത്യർ 10:21 ലോർഡ്സ് ടേബിൾ എന്ന പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോർഡ്സ് ടേബിൾ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ലോർഡ്സ് സപ്പറായിരുന്നു, ഇത് ലോർഡ്സ് ടേബിൾ ആണ്. ആമേൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വന്ന് കഴിയുന്നതോടെ ഇവിടുത്തെ മേശയുടെ ശുശ്രൂഷ അവസാനിക്കും. ഇപ്പോൾ ഈ ടേബിൾ നിങ്ങൾ കാണുന്നില്ലേ? ഇത് വരുവാൻ പോകുന്ന, വെളിപ്പെടാൻ പോകുന്ന ഒരു ടേബിളിൻ്റെ ഷാഡോയാണ്. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ വരവോടെ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നു. സഭ എടുക്കപ്പെടുന്നതോടെ പിന്നെ ഈ ശുശ്രൂഷ ഉണ്ടാവില്ല. ഇവിടെ സെറ്റായ ടേബിളിന്റെ റിയൽ ടേബിൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദാറ്റ്സ് എ റിയൽ ടേബിൾ. അതാണ് വെളിപ്പാട് 19, റെവലേഷൻ ചാപ്റ്റർ 19 വേർഡ് 6 and 7. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണ പന്തിയിൽ, ആ കല്യാണ വിരുന്നിൽ, ആ കല്യാണ സദ്യയെങ്കിൽ നിങ്ങൾക്ക് അവിടെ പങ്കാളികളാകാൻ കഴിയണം. ഞാൻ പറയുന്നത് ഇവിടെ കഴിച്ച എന്തോ ഒരു ഭക്ഷണം അവിടെ കഴിക്കും എന്നുള്ളതല്ല. അതൊരു വെളിപ്പാട് പുസ്തകത്തെ വെളിപ്പാടായി കാണണം. വെളിപ്പാട് പുസ്തകത്തെ വെളിപ്പാടായി കാണണം. അതൊരു റെവലേഷനാണ്, ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട വെളിപ്പാടാണ്. യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ബ്രദറെ, നിങ്ങൾ